എന്താണ് എക്സോലോജി കേസ്? ED റെയ്ഡ് വരെ എത്തി നിൽക്കുന്ന ഈ കേസ് എന്ന് ആരംഭിച്ചു? എന്താണ് ഇതിൽ ശരിക്കും സംഭവിച്ചത്? പിണറായി വിജയന്റെ മകൾ വീണ വിജയന് മാസപ്പടിയായി 5 ലക്ഷം വരെ ലഭിച്ചിരുന്നു എന്ന് ആരോപിക്കുന്നു. എന്നാൽ മന്ത്രിസഭയ്ക്കകത്തു നിന്നോ പുറത്തു നിന്നോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിശദീകരണവും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് വീണ ഒരു കുറിപ്പ് പോലും പുറത്തുവിട്ടിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയിട്ട് വിശദീകരണം കാണിച്ച് അത്തരമൊരു കുറിപ്പ് പുറത്തുവിടുന്നത് പാർട്ടിയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പൈസ വാങ്ങിച്ചത്, എന്തിനു വേണ്ടിയാണ് പണം കൊടുത്തത് എന്നുള്ള വിശദീകരണം വീണയോ പിണറായി വിജയനോ നൽകാത്ത പക്ഷം എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനു പിന്നിലുണ്ടെന്ന് വ്യക്തം. അന്ന് ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ജനത്തിന് മനസ്സിലായിക്കോളും എന്ന തരത്തിൽ അതിനെ പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. എന്നാൽ ഇന്ന് എല്ലാ വീടുകളിലും ഒരേ സമയം റെയ്ഡ് നടക്കുന്നു. ഇതിന്റെ എല്ലാം കൃത്യമായ വിശദീകരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇന്ന് ഈ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച എക്സോലോജി കേസ് എന്താണ്? പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിയും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയും തമ്മിലുള്ള വിവാദ സാമ്പത്തിക ഇടപാടുകളാണ് എക്സോലോജി കേസ്. കൊച്ചി, ആലുവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നതും സിന്തറ്റിക് റൂട്ടൽ ഉൽപ്പാദിപ്പിക്കുന്നതുമായ സ്വകാര്യ ലിമിറ്റഡ് കമ്പനിയായ CMRL വീണയ്ക്കും അവരുടെ എക്സാലോജിക് കമ്പനിക്കും യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെ തന്നെ 1.72 കോടി രൂപയോളം കൈമാറി എന്നതാണ് ഈ കേസിലെ പ്രധാന ആരോപണം. ആലപ്പുഴയിലെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ എന്നീ തീരദേശ മേഖലകളിൽ കരിമണൽ ഖനനം നടത്തുന്നതിനായി CMRL വൻതോതിൽ ഭൂമി വാങ്ങിയിരുന്നു. എന്നാൽ തീരദേശ സംരക്ഷണ നിയമങ്ങളും പ്രാദേശികമായ എതിർപ്പുകളും കാരണം കമ്പനിക്ക് ഇവിടെ ഖനനാനുമതി ലഭിച്ചിരുന്നില്ല. ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിനോട് കമ്പനിയുടെ പ്രൊമോട്ടറായ S ശശിധരൻ കർത്തയുടെ അപേക്ഷ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടതായി ആരോപണമുയർന്നിരുന്നു. ഈ ഉന്നതതല ഇടപെടലിന് തൊട്ട് പിന്നാലെയാണ് വീണയ്ക്ക് CMRL നിന്നും പ്രതിമാസം 5 ലക്ഷം രൂപ നിരക്കിൽ IT മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി നിയമിച്ചുകൊണ്ടുള്ള കത്ത് ലഭിക്കുന്നത്. 2016 ഡിസംബർ 20 കത്തിന് പിന്നാലെ 2017 മാർച്ച് 2 എക്സോലോജിക് കമ്പനിയുമായി പ്രതിമാസം 3 ലക്ഷം രൂപയുടെ സോഫ്റ്റ്വെയർ പരിപാലന കരാറിലും ഏർപ്പെട്ടു. റവന്യൂ വകുപ്പിലെ അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾക്ക് പകരമായി നൽകിയ നിയമവിരുദ്ധ പ്രതിഫലമാണ് ഈ പ്രതിമാസ പണമിടപാടുകൾ എന്നാണ് പ്രധാന ആരോപണം. ഈ സാമ്പത്തിക ഇടപാടുകളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇത് കേവലം 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ഇടപാടല്ലെന്നും മറിച്ച് അധികാരത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയ നിയമവിരുദ്ധമായ പ്രതിഫല കൈമാറ്റമാണെന്നും ആരോപിച്ചാണ് അഴിമതി ആരോപണങ്ങൾ വരുന്നത്. മാസപ്പടി വിവാദത്തിൽ ആദ്യമായി ശക്തമായ നിയമ പോരാട്ടവുമായി രംഗത്തിറങ്ങിയത് ഷോൺ ജോർജ് ആണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നിയമവിരുദ്ധമായി പണം കൈപ്പറ്റി എന്ന് കാണിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സമീപിച്ചതും ഇദ്ദേഹമാണ്. ഷോൺ ജോർജ് നൽകിയ ഹർജികളെയും പരാതികളെയും തുടർന്നാണ് SFIO അന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണത്തിനൊടുവിൽ വീണ വിജയനെ 11ാം പ്രതിയാക്കുകയും ചെയ്തു. പിണറായിക്കും മകൾക്കുമെതിരെ അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ പ്രാഥമിക തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി വിജിലൻസ് കോടതി ഈ ഹർജി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഈ കേസിന് അടിസ്ഥാനമായ കണ്ടെത്തലുകൾ പുറത്തു വരുന്നത് 2019 ജനുവരി 25 ആദായ നികുതി വകുപ്പ് CMRL കമ്പനിയുടെ ഓഫീസുകളിലും അതിന്റെ പ്രൊമോട്ടർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വസതികളിലും നടത്തിയ റെയ്ഡിലൂടെയാണ്. ഈ റെയ്ഡിൽ ട്രാൻസ്പോർട്ടേഷൻ ചെലവുകളും സ്ലഡ്ജ് കൈകാര്യം ചെയ്യാനുള്ള ചെലവുകളും വ്യാജമായി വർദ്ധിപ്പിച്ചു കാണിച്ചുകൊണ്ട് കമ്പനി 133.82 കോടി മുതൽ 182 കോടി വരെ രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. നിയമവിരുദ്ധമായി സമാഹരിച്ച കള്ളപ്പണം രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വിതരണം ചെയ്യാൻ ഉപയോഗിച്ചതായും ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടു. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഹിതമാണ് പിണറായിയുടെ മകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയതെന്നാണ് ആരോപണമുയർന്നത്.
എക്സാലോജിക് കമ്പനിക്ക് എന്തിനാണ് CMRൽ ഇത്രയും വലിയ തുക നൽകിയതെന്ന ചോദ്യമാണ് ഇടത് സർക്കാരിനെ തന്നെ സംശയ നിഴലിലാക്കിയത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ഇടപെടലുകളാണ് കേസിന് വീണ്ടും ഗതിവേഗം നൽകിയത്. ഗുരുതരമായ കണ്ടെത്തലുകളാണ് കമ്പനിയുടെ പണമിടപാടുകളിലായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രേഖപ്പെടുത്തിയത്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകൾക്ക് ആധാരമായ സോഫ്റ്റ്വെയർ പരസ്യങ്ങളോ ആശയവിനിമയങ്ങളോ കരാറുകളുടെ കൃത്യമായ പകർപ്പുകളോ ഹാജരാക്കാൻ രണ്ട് കമ്പനികൾക്കും കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് 13.4% ഓഹരി പങ്കാളിത്തമുള്ള CMRL കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അനുമതിയില്ലാതെ പിണറായിയുടെ മകളുടെ കമ്പനിയുമായി ഇടപാട് നടത്തിയത് കമ്പനീസ് നിയമത്തിലെ സെക്ഷൻ 188 നഗ്നമായ ലംഘനമാണെന്നും കണ്ടെത്തി. BJP നേതാവായ ഷോൺ ജോർജ് വിഷയത്തിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിനെ സമീപിച്ചു. 2025 ഏപ്രിലിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വീണയെ 11ാം പ്രതിയാക്കി തട്ടിപ്പുകൾ തടയുന്നതിനുള്ള സെഷൻ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. പ്രധാനമായും CMRൽ നിന്നും ലഭിച്ച പണം വീണ തന്റെ വ്യക്തിഗത ബാധ്യതകൾ തീർക്കാനായി വകമാറ്റിയെന്നും കുറ്റപത്രം വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനത്തോട് ഉണ്ടായിരുന്ന കടബാധ്യതകൾ തീർക്കാനാണ് എക്സാലോജിക് ഈ പണം വിനിയോഗിച്ചത്. പൊതുജന പങ്കാളിത്തമുള്ള ഒരു കമ്പനിയുടെ ഫണ്ട് ഇത്തരത്തിൽ വകമാറ്റിയത് വഴി CMRലിന് നേരിട്ട് സാമ്പത്തിക നഷ്ടമുണ്ടായതായി SFIO കണ്ടെത്തി. ഇതോടെ കേസിൽ പ്രതിസന്ധിയിലായ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ CPM നേരിട്ട് രംഗത്തിറങ്ങി. മാസപ്പടി കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നതിനായി CPM തങ്ങളുടെ പാർട്ടി കേഡർമാർക്കായി 2024 ഫെബ്രുവരിയിൽ ഒരു വിശദീകരണ ലഘുലേഖ പുറത്തിറക്കുകയുണ്ടായി. പാർട്ടിയുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായൊരു നീക്കമായിരുന്നു ഇത്. മുമ്പ് സമാനമായ രീതിയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ അന്വേഷണം വന്നപ്പോൾ പാർട്ടി പുലർത്തിയ മൗനം ഈ കേസിൽ തിരുത്തപ്പെട്ടു. ഈ ലഘുലേഖയിൽ കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും മുൻകാലങ്ങളിൽ സ്വർണ്ണക്കടത്ത് കേസ് ഉപയോഗിച്ച് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ തുടർച്ചയാണിതെന്നും ആരോപിച്ചു. എന്നാൽ അന്ന് ലഘുലേഖയിൽ എവിടെയും വീണയുടെയോ CMRL കമ്പനിയുടെയോ പേര് പരാമർശിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ കേസിന്റെ അടുത്ത മാറ്റം മുതിർന്ന പത്രപ്രവർത്തകനായ MR അജയൻ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയാണ്. ഇതിനെതിരെ പിണറായിയുടെ പ്രതികരണങ്ങൾ വന്നു. ഈ ഹർജി കേവലം രാഷ്ട്രീയ പ്രേരിതമാണെന്നും യാതൊരുവിധ യഥാർത്ഥ വസ്തുതകളും ഇല്ലാത്ത നടത്തുന്ന അന്വേഷണ ശ്രമം മാത്രമാണെന്നും പിണറായി വാദിച്ചു. തൻ്റെ മകളുടെ ബിസിനസ് കാര്യങ്ങളിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്നും ഫെഡറൽ തത്വങ്ങളെ തകിടം മറിക്കുന്നതിനായി സംസ്ഥാന ഏജൻസികളെ അവഗണിച്ചുകൊണ്ട് നേരിട്ട് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം സമർപ്പിച്ചു. തൻ്റെ പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിന് 2 വർഷം മുമ്പ്, അതായത് 2014 സ്ഥാപിച്ചതാണ് എക്സാലോജിക് എന്നും ഇതിന് തൻ്റെ പിതാവിൻ്റെ പദവിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും വീണ വാദിച്ചു. എല്ലാ ഇടപാടുകളും സുതാര്യമായി ബാങ്ക് വഴിയാണ് നടന്നിട്ടുള്ളത്. കൂടാതെ തൻ്റെ ഭർത്താവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ സ്വത്ത് സത്യവാങ്മൂലവുമായി ബന്ധപ്പെടുത്തി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും തെറ്റിദ്ധാരണാജനകമാണെന്നും അദ്ദേഹം എക്സാലോജിക്കിന്റെ ഡയറക്ടറോ ഒന്നുമല്ലെന്നും അവർ വ്യക്തമാക്കി. ഈ നിയമ പോരാട്ടങ്ങൾക്കിടയിൽ BJP നേതാവ് ഷോൺ ജോർജ് 2025 ജൂലൈയിൽ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ തട്ടിപ്പുകൾ കേവലം കമ്പനീസ് നിയമത്തിൽ ഒതുങ്ങുന്നതല്ലെന്നും ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അഴിമതി നിരോധന നിയമം, ജനപ്രാതിനിധ്യ നിയമം എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ CBIയും EDയും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും സംയുക്തമായി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഹൈക്കോടതി വീണ വിജയൻ അടക്കമുള്ള 12ഓളം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കേസിന്റെ നാൾവഴികളിൽ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടായത് 2026 മെയ് 26 കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് TR രവി പുറപ്പെടുവിച്ച നിർണായക വിധിയിലൂടെയാണ്. EDയുടെ കേസ് അന്വേഷണവും സമൻസുകളും റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ശശിധരൻ കർത്തയും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും സമർപ്പിച്ച റിട്ട് ഹർജികൾ കോടതി പൂർണ്ണമായും തള്ളി.
സമൻസ് ഘട്ടത്തിലെ ഹർജികൾ അകാലത്തിലുള്ളതാണ്. സമൻസ് ഘട്ടത്തിൽ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതിനോ വിവരങ്ങൾ ആരായുന്നതിനോ ഉള്ള അധികാരം ഇഡിക്കുണ്ട്. വരും ദിവസങ്ങളിൽ വീണ വിജയൻ, ശശിധരൻ കർത്ത എന്നിവരെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിനായി ഇഡി പുതിയ സമൻസുകൾ അയക്കുമെന്നാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. കേസിന്റെ ആദ്യ നാൾവഴിയിൽ പിണറായി വിജയൻ പറഞ്ഞ പോലെ ജനത്തിന് എല്ലാം മനസ്സിലാവാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല എന്ന് വ്യക്തം.